അനുരഞ്ജനത്തിന്റെയും കൂദാശയാണ് വിശുദ്ധ കുർബാന. താൻ ഒറ്റിക്കൊടുക്കപ്പെടുമെന്നും പീഡാനുഭവങ്ങളിലൂടെ കുരിശുമരണം പ്രാപിക്കുമെന്നും അറിയാമായിരുന്ന ക്രിസ്തു തന്റെ സ്നേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഏറ്റവും വേദന നിറഞ്ഞ ആ രാത്രിയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അങ്ങനെ ഓരോ വിശുദ്ധ ബലിയും സ്നേഹത്തിന്റെ ഓർമ്മ പുതുക്കലായി മാറുന്നു. ഐക്യവും സൗഹൃദവും വിശുദ്ധി നിറഞ്ഞ ഹൃദയവുമാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള യോഗ്യത. ഏറ്റവും പരമോന്നതമായ ആരാധനയുമാണ് വിശുദ്ധ കുർബാന. പക്ഷേ എവിടെയൊക്കെയോ ആരൊക്കെയോ വിശുദ്ധ കുർബാനയുടെ ഈ മഹത്വം തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ പേരിൽ പലയിടങ്ങളിലും ചില കോലാഹലങ്ങളും വിമത സ്വരങ്ങളും ഉയരുന്നത്. ഏകീകൃത കുർബാനയ്ക്കെതിരെ ഉയരുന്ന അത്തരം സ്വരങ്ങൾ സഭാഗാത്രത്തിൽ ഏൽപ്പിക്കുന്ന മുറിവുകൾ എത്രത്തോളം ഉണ്ടെന്ന് അവർ അറിയുന്നതേയില്ല. സീറോ മലബാർ സഭയിൽ ഐക്യമുണ്ടാകണം, അധികാരികളോട് അനുസരണമുണ്ടാകണം, സ്നേഹമുണ്ടാകണം, സഹിഷ്ണുതയുണ്ടാകണം. ഏകീകൃത ബലിയർപ്പണവുമായി ബന്ധപ്പെട്ടുയരുന്ന എല്ലാ വാദപ്രതിവാദങ്ങളും എതിർപ്പുകളും കെട്ടടങ്ങേണ്ടത് നമ്മുടെയെല്ലാം ആവശ്യമാണ്. ഈ വിഷയത്തിനു വേണ്ടി നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. ഷെക്കന ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും വാച്ച് ആൻഡ് പ്രേയിലേക്ക് സ്വാഗതം. ബലിയായി തിരുമുമ്പിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം ബലിയായി തിരുമുമ്പിൽ നൽകാം. സീറോ മലബാർ സഭയിലെ ആരാധനാക്രമ നവീകരണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതായിരുന്നില്ല. മറ്റു പല ആരാധനാക്രമങ്ങൾക്കും നവീകരണവും മാറ്റങ്ങളും ഇതിനകം നടപ്പിലാക്കിയെങ്കിലും പരമപ്രധാനവും ഏറ്റവും മഹത്തായതുമായ വിശുദ്ധ കുർബാന എന്ന ആരാധനയിലെ അർപ്പണ രീതിയിൽ ഐക്യകണ്ഠേനയുള്ള മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഏകീകൃത രൂപം കൈവരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. 1934 മുതൽ ആരാധനാക്രമ നവീകരണത്തിനുള്ള ശ്രമങ്ങൾ സീറോ മലബാർ സഭ ആരംഭിച്ചിരുന്നു. 1986 നവീകരിക്കപ്പെട്ട റാസക്രമം നിലവിൽ വന്നതും 1999 സിനഡ് കുർബാന അർപ്പണത്തിന് ഏകീകൃത രൂപം നൽകിയതും ഇതോടനുബന്ധിച്ചു വേണം നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ ഏകീകൃത രൂപം എല്ലാ രൂപതകളിലും നടപ്പിലാക്കാൻ അപ്പോഴും സാധിച്ചിരുന്നില്ല. 2019 ഓഗസ്റ്റിൽ നടന്ന സിനഡിൽ പങ്കെടുത്ത വിവിധ രൂപതകളിലെ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിമാരുടെ സമ്മേളനത്തിലും വിശുദ്ധ കുർബാനയുടെ ഏകീകരണത്തിന് വേണ്ടിയുള്ള ആവശ്യം ഉയർന്നിരുന്നു. എന്തുകൊണ്ടാണ് ഒരു സാധാരണ വിശ്വാസി പോലും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കി തരുന്നതിൽ കൊറോണ കാലത്തെ ഓൺലൈൻ കുർബാനകൾ വഹിച്ച പങ്ക് നിസ്സാരമൊന്നുമല്ല. സീറോ മലബാർ സഭയിലെ വിവിധ രൂപതകളിൽ വിവിധ രീതിയിലാണ് വിശുദ്ധ കുർബാന അർപ്പണങ്ങൾ നടക്കുന്നത് എന്ന് സാധാരണ വിശ്വാസി തിരിച്ചറിഞ്ഞത് ഈ കൊറോണ കാലത്തായിരുന്നു. കൂടുതലായി ഓൺലൈൻ കുർബാനകളിലേക്ക് തിരിഞ്ഞപ്പോഴായിരുന്നു അത്തരമൊരു തിരിച്ചറിവ് അവർക്കുണ്ടായത്. എന്നാൽ ഇതേ പ്രശ്നം നേരത്തെ തന്നെ മനസ്സിലാക്കിയ ഒരു കൂട്ടരുണ്ടായിരുന്നു. ജീവിതമാർഗത്തിനായും പഠനത്തിനായും വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരായിരുന്നു അവർ. അവരെ നാം പൊതുവെ പ്രവാസികളെന്ന് വിളിക്കുന്നു. സീറോ മലബാർ സഭയിലെ 35 രൂപതകളിൽ നിന്നുള്ള പ്രവാസി മലയാളികൾക്ക് മുൻപിൽ പലപ്പോഴും അർപ്പിക്കപ്പെട്ടിരുന്നത് വ്യത്യസ്ത രീതിയിലുള്ള ബലിയർപ്പണങ്ങളായിരുന്നു. ഉദാഹരണത്തിന് പാല, എറണാകുളം, അങ്കമാലി, ഇരിങ്ങാലക്കുട, മാണ്ഡ്യ രൂപതകളിലെ വൈദികർ കർമ്മികരാകുന്ന കുർബാനയർപ്പണങ്ങളിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും പാലക്കാട് നിന്നും കോട്ടയത്ത് നിന്നും ഭദ്രാവതിയിൽ നിന്നും ശംഷദാബാദിൽ നിന്നുമെല്ലാമുള്ള വിശ്വാസികളായിരിക്കാം പങ്കെടുക്കുന്നത്. ചിലർക്ക് തങ്ങൾ പരമ്പരാഗതമായി ശീലിച്ചു പോന്നിരുന്ന ബലിയർപ്പണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാവാം അത് അനുഭവപ്പെട്ടിരുന്നത്.
ഐക്യരൂപം നഷ്ടപ്പെട്ട ഈ കുർബാന അർപ്പണങ്ങൾ വിശ്വാസപരമായ ചില പ്രതിസന്ധികൾക്കും കാരണമായിട്ടുണ്ടാവാം. പരിശുദ്ധ സിംഹാസനം പോലും ഇത്തരമൊരു വൈവിധ്യത്തെ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത് എന്നതാണ് സത്യം. ഈ സാഹചര്യത്തിലാണ് ഐക്യരൂപം കൊണ്ടുവരേണ്ടത് സഭയുടെ ഐക്യത്തിന് തന്നെ അത്യാവശ്യമാണെന്ന നിഗമനത്തിൽ സീറോ മലബാർ സഭ സിനഡ് എത്തിച്ചേർന്നതും 2020 ഓഗസ്റ്റിലെ മെത്രാന്മാരുടെ സിനഡ് ഏകീകൃത അർപ്പണരീതി എല്ലാ സീറോ മലബാർ രൂപതകളിലും നടപ്പിലാക്കാൻ തീരുമാനമെടുത്തതും. പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയവും ഇതേ തീരുമാനമെടുത്തിരുന്നു. വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയിലുള്ള ഐക്യരൂപം വ്യക്തമാക്കുന്ന നിർദ്ദേശങ്ങൾ നവീകരിച്ച ടക്സയ്ക്ക് അംഗീകാരം നൽകിക്കൊണ്ട് പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം 2021 ജൂൺ 9 നൽകുകയുണ്ടായി. ഇതിനുശേഷമായിരുന്നു 2021 ജൂലൈ 3 അർപ്പണ രീതിയിൽ ഐക്യരൂപം ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രാന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും അൽമായർക്കുമായി കത്തെഴുതിയത്. പുതിയ റാസ കുർബാന തക്സയ്ക്ക് അംഗീകാരം നൽകുന്ന സന്ദർഭം ഉപയോഗിച്ച് നിങ്ങളുടെ സഭയുടെ ഐക്യത്തിനും ഉപരിനന്മയ്ക്കുമായി വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയിലുള്ള ഐക്യരൂപം ഉടനടി നടപ്പിലാക്കാൻ എല്ലാ വൈദികരെയും സമർപ്പിതരെയും അൽമായ വിശ്വാസികളെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. സിനഡിന്റെ തീരുമാനം നിങ്ങൾ നടപ്പിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സഭയിലെ എല്ലാ അംഗങ്ങളും തമ്മിലുള്ള ഐക്യവും യോജിപ്പും സാഹോദര്യവും പരിപോഷിപ്പിക്കട്ടെ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സമൂഹത്തോട് കുർബാന ഏകീകരണത്തിന് ആശംസകളായി പറഞ്ഞത്. സീറോ മലബാർ സഭയിലെ ഏതെങ്കിലും രൂപതയ്ക്കോ വൈദികർക്കോ മെത്രാന്മാർക്കോ വേണ്ടി മാത്രമല്ല, സഭയ്ക്ക് മുഴുവനും വേണ്ടി എഴുതിയ കത്തായതിനാൽ ഓരോ സീറോ മലബാർ സഭാംഗവും ഈ നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നതാണ് സത്യം. കാരണം ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ തന്നെയാണ് ഇക്കാര്യം തന്നെ ഭാരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് മുഴുവനുമായി എഴുതിയിരിക്കുന്നത്. 2021 ഓഗസ്റ്റ് 16 മുതൽ 27 വരെ ഓൺലൈനായി സമ്മേളിച്ച സീറോ മലബാർ സിനഡ് ഈ വിഷയം ആഴമായ പഠനത്തിനും ചർച്ചയ്ക്കും വിധേയമാക്കുകയും ഒടുവിൽ അടുത്ത ആരാധനാ ക്രമവത്സരം ആരംഭിക്കുന്ന 2021 നവംബർ 28 മംഗളവാർത്തക്കാലം 1-ാം ഞായറാഴ്ച മുതൽ സഭയിൽ നടപ്പിലാക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. എല്ലാ രൂപതകളിലും നടപ്പിൽ വരുത്താനാണ് നിലവിലെ തീരുമാനം. ആദ്യഘട്ടമായി കത്തീഡ്രൽ പള്ളികളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും സന്യാസ ഭവനങ്ങളിലും മൈനർ സെമിനാരികളിലും സാധ്യമായ ഇടവകകളിലും പുതിയ കുർബാനക്രമം നടപ്പിൽ വരുത്തും. ബോധവൽക്കരണത്തിലൂടെ 2022 ഈസ്റ്റർ ഞായറാഴ്ചയോടെ നവീകരിച്ച ഏകീകൃത കുർബാനക്രമം എല്ലാ രൂപതകളിലും നടപ്പിൽ വരുത്തുവാനാണ് നിലവിലെ തീരുമാനം. എറണാകുളം അങ്കമാലി അതിരൂപത ജനങ്ങൾക്ക് അഭിമുഖമായിട്ടാണ് കുർബാന അർപ്പിച്ചു പോരുന്നത്. എന്നാൽ ചങ്ങനാശ്ശേരി പോലെയുള്ള രൂപതകൾ അൾത്താരയ്ക്ക് അഭിമുഖമായാണ് വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. കാർമികൻ ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും ഉൾപ്പെടെ വിശ്വാസ പ്രമാണം കഴിയുന്നതുവരെ വചനവേദിയിൽ വെച്ച് ജനാഭിമുഖമായും അനാഫറോ ഭാഗം അൾത്താരയ്ക്ക് അഭിമുഖമായും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള സമാപന ശുശ്രൂഷ ജനാഭിമുഖമായി നിർവഹിക്കണമെന്നാണ് കുർബാന അർപ്പണത്തിലെ ഐക്യരൂപത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളിൽ പറയുന്നത്. ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും ഈശോയുടെ ജനനത്തെയും പരസ്യ ജീവിതത്തെയുമാണ് അനുസ്മരിപ്പിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗം വചനവേദിയിൽ ജനാഭിമുഖമായി അർപ്പിക്കുന്നത്. കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ വിശ്വാസ പ്രമാണത്തിന് ശേഷം വിശുദ്ധ മദ്ബഹായിൽ പ്രവേശിക്കുന്ന പുരോഹിതൻ സഭയുടെ നാമത്തിൽ മിശിഹായുടെ പ്രതിനിധിയായി പരമപിതാവിന് ബലിയർപ്പിക്കുന്നതിനാലാണ് കൂദാശ ഭാഗം മദ്ബഹായിക്ക് അഭിമുഖമായി അർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ അർപ്പണഭാഗം നിർദ്ദേശിച്ചിരിക്കുന്നത് സഭാഗാത്രമായ ദൈവജനത്തെയും ശിരസായ മിശിഹായുടെ നാമത്തിൽ വിശുദ്ധ രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്ന വൈദികനും പിതാവായ ദൈവത്തിന്റെ സിംഹാസനമായ അൾത്താരയ്ക്ക് അഭിമുഖമായി ബലിയർപ്പിക്കുന്നതിനെ കൂടുതൽ ആദരണീയമായിട്ടാണ് സഭ ആദിമകാലം മുതൽക്കേ കരുതിയിരുന്നത്. ഒരേ സമയം പരിശുദ്ധ ത്രിത്വത്തിന്റെ സിംഹാസനവും കർത്താവിന്റെ കബറിടവുമായിട്ടാണ് അൾത്താരയെ പരിഗണിച്ചു പോരുന്നത്. കർത്താവിലേക്ക് തിരിയുന്നതായിട്ടുള്ള വിശേഷണത്തെ ഇതിന്റെ ഭാഗമായിട്ട് വേണം കാണേണ്ടത്. അനാഫറയുടെ ആരംഭം മുതൽ വിശുദ്ധ കുർബാന സ്വീകരണം വരെയുള്ള ഭാഗം മദ്ബഹായിക്ക് അഭിമുഖമായി അർപ്പിക്കണമെന്ന സിനഡിന്റെ തീരുമാനം ഉടനടി നടപ്പിലാക്കാൻ പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നതും അതുകൊണ്ടാണ്.
പാശ്ചാത്യ പൗരസ്ത്യ സഭകളിലെല്ലാം 1965 വരെ അൾത്താരയ്ക്ക് അഭിമുഖമായിട്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി നാം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. പത്രോസിനോടൊപ്പവും പത്രോസിനോടുള്ള വിധേയത്വത്തിലും സഭാതലവനോടും രൂപതാ മെത്രാനോടുമുള്ള അനുസരണത്തിലും ജീവിക്കുക എന്നതാണ് നമ്മുടെ പാരമ്പര്യം. ഈ പാരമ്പര്യം അനുസരിച്ചാണ് നാം മുന്നോട്ടു പോകേണ്ടതും. ഏകീകൃത കുർബാനയെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടതും ഈ പാരമ്പര്യം തന്നെ ആയിരിക്കണം. കാലങ്ങളായി നിലനിൽക്കുന്ന ജനാഭിമുഖ കുർബാനയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയിലെന്ന കർശന നിലപാടിൽ ഒരു വിഭാഗം വൈദികർ രംഗത്തിറങ്ങിയതോടെയാണ് ഏകീകൃത കുർബാനയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ കത്തിപ്പടർന്നത്. കുർബാനക്രമം ഏകീകരിച്ചുകൊണ്ടുള്ള ഇടയലേഖനം തങ്ങളുടെ പള്ളികളിൽ വായിക്കില്ലെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു ഒരുപറ്റം വൈദികർ ഇതിനോട് ആദ്യം പ്രതിഷേധിച്ചത്. 1934 സമാനമായ രീതിയിൽ സഭയുടെ ആരാധനാക്രമം സംബന്ധിച്ചുണ്ടായ പ്രതിസന്ധിയിൽ അന്നത്തെ എറണാകുളം മെത്രാപ്പൊലീത്തയായിരുന്ന അഗസ്റ്റിയൻ കണ്ടത്തിൽ മാർപ്പാപ്പയ്ക്ക് എഴുതിയത് തിരുസിംഹാസനമെടുക്കുന്ന ഏതു തീരുമാനവും ഞങ്ങൾക്ക് പൂർണ്ണമായി സ്വീകാര്യമാണ് എന്നായിരുന്നു. ഇന്നും ആ കത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ആരാധനാക്രമത്തെ സംബന്ധിച്ച അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത് മാർപ്പാപ്പയാണെന്നും പാപ്പ തീർപ്പ് കൽപ്പിച്ച ആരാധനാക്രമത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ മാറ്റം വരുത്താനോ വൈദികർക്കോ മറ്റുള്ളവർക്കോ അവകാശമില്ല എന്നും മനസ്സിലാക്കാതെയാണ് ഈ വിമതസ്വരങ്ങൾ ഉയരുന്നത് എന്നതാണ് ഏറെ ഖേദകരം. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എഴുതിയ ഇടയലേഖനം വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ആലുവ പ്രസന്നപുരം പള്ളിയിൽ വായിച്ചപ്പോഴുണ്ടായ കോലാഹലങ്ങൾ ക്രൈസ്തവർക്ക് ആകെ അപമാനവും വേദനാജനകവുമായിരുന്നു. ഇതിനു പുറമെ തെറ്റായ വസ്തുതകൾ ഏകീകൃതമായ അർപ്പണരീതിയുമായി ബന്ധപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ ബോധപൂർവം പ്രചരണം നടത്തുന്നവരുമുണ്ട്. മദ്ബഹവിരി, മാർത്തോമാ സ്ലീവ, ക്രൂശിത രൂപം എന്നിവ നിർബന്ധമായി എല്ലാ രൂപതകളിലും ഉണ്ടായിരിക്കണമെന്നുള്ള പ്രചരണമാണ് അതിലൊന്ന്. ദൈവാലയങ്ങളുടെ ഘടനയിൽ മാറ്റം വരുത്തി സക്രാരി മാറ്റി സ്ഥാപിക്കണമെന്നതാണ് മറ്റൊന്ന്. കൂടാതെ പരിശുദ്ധ കുർബാനയുടെ ആരാധന, കുരിശിന്റെ വഴി, ജപമാല, നൊവേനകൾ, വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ, വിശുദ്ധ രൂപങ്ങളുടെ ഉപയോഗം എന്നിവയെല്ലാം നിർത്തലാക്കുമെന്ന പ്രചരണവും ശക്തമാണ്. ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിൽ നിന്ന് വൈദികരെയും വിശ്വാസികളെയും പിന്തിരിപ്പിക്കാൻ നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണിതെന്ന് നാം മനസ്സിലാക്കണം. ഇതിന്റെ മറുവശത്ത് ഏകീകൃത കുർബാനയോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന വൈദികരുടെ പേരിലുള്ള വ്യാജ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മരണം വരെ നിരാഹാരമിരിക്കുമെന്നും അതിന് സഭാധികാരികൾ ഉത്തരവാദികളായിരിക്കുമെന്ന മട്ടിലുള്ള പ്രചരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ക്രൈസ്തവ വിരുദ്ധമായ പ്രതികരണങ്ങളാണ് കൂടുതലായും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നും പറയാതെ വയ്യ. എന്നാൽ ചിലപ്പോഴെങ്കിലും ഇവയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നവർ പോലും അറിയാതെയായിരിക്കും ഈ പ്രചരണങ്ങൾ നടക്കുന്നത്. രാത്രികാലങ്ങളിൽ കൃഷിയുടമ അറിയാതെ വിളകൾക്കിടയിൽ കളകൾ വിതച്ച് കടന്നുപോകുന്ന ശത്രുവിന്റെ ചെയ്തികളാണ് ഇതെല്ലാം. ഇങ്ങനെയൊരു പൊതുശത്രു തങ്ങൾക്കിടയിലുണ്ടെന്ന് ഇരുപക്ഷവും തിരിച്ചറിയുകയും ആ ശത്രുവിനെ തോൽപ്പിക്കാനായി അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് പരസ്പരം സൗഹൃദപ്പെടുകയുമാണ് വേണ്ടത്. ഇതിനിടയിൽ മറന്നു പോകരുതാത്ത ഒരു കാര്യം കൂടിയുണ്ട്. അന്യമതസ്ഥരായ ആളുകൾ ഉൾപ്പെടെ ഒരു പൊതുസമൂഹം നമ്മെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്യമായി അധികാരത്തെ ചോദ്യം ചെയ്യുന്നവർക്കും എതിർപ്പിന്റെ അരൂപികളെ കൂടെ കൂട്ടുന്നവർക്കും എതിർ സാക്ഷ്യമായി ജീവിക്കുന്നവർക്കും നാളെ ഈ സമൂഹത്തോട് പ്രസംഗിക്കാനും തിരുത്താനുമുള്ള അവകാശം കൂടിയാണ് നഷ്ടപ്പെടുന്നത്. ആരുമൂലം ഒരാൾക്ക് ഇടർച്ചയുണ്ടാകുന്നുവോ അവന് ദുരിതമെന്നും തിരികല്ല് കെട്ടി കടലിൽ താഴ്ത്തപ്പെടുന്നതാണ് അതിനേക്കാൾ നല്ലതെന്നുമുള്ള തിരുവചനം ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. ഒരു ക്രിസ്ത്യാനിയുടെ പ്രതികരണം ക്രിസ്തീയമായിരിക്കണം. ഇതിനു വിരുദ്ധമായ പ്രതികരണം ഉണ്ടാവുമ്പോൾ ക്രിസ്തുവിനെ ഒരിക്കൽ കൂടി കുരിശിലേറ്റുകയും നഗ്നനാക്കി പൊതുസമൂഹത്തിനു മുൻപിൽ അപമാനിക്കുകയുമാണ് ചെയ്യുന്നതെന്ന കാര്യവും മറക്കാതിരിക്കട്ടെ. സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാന ഏകീകരണത്തിനെതിരെ സംഘടിക്കുന്നവർക്ക് മറുപടിയായി ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻ മാർ തോമസ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആത്മശോധനയ്ക്ക് വിധേയമാക്കാൻ സഹായിക്കുന്നതാണ്. സീറോ മലബാർ സഭയിൽ ഐക്യമുണ്ടാകരുതെന്ന് ആർക്കാണ് നിർബന്ധം എന്ന തലക്കെട്ടിലാണ് മാർ തോമസ് തറയിൽ കുറിപ്പെഴുതിയിരിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ് പോകുന്നത്: കുർബാനയിൽ അനൈക്യം തീരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ലോകമെമ്പാടുമുള്ള യുവജനങ്ങളാണെന്നതാണ് എൻ്റെ അനുഭവം. അവർക്ക് അവരുടെ സഭയെക്കുറിച്ച് അഭിമാനിക്കാൻ ആഗ്രഹമുണ്ട്. ഐക്യമുള്ള സഭയാണ് അവർക്ക് ശക്തിയായി മാറുന്നത്. അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്കൊന്നിക്കാം.
ജനാഭിമുഖമോ അൾത്താരാഭിമുഖമോ എന്ന ചോദ്യത്തെക്കാൾ പ്രധാനപ്പെട്ടത് ഐക്യം വേണമോ വേണ്ടയോ, സിനഡിനെ അനുസരിക്കണമോ വേണ്ടയോ എന്ന ചോദ്യമാണ്. വിശ്വാസികൾ ഒന്നടങ്കം വൈദികരോട് ആവശ്യപ്പെടുന്നത് മാർപ്പാപ്പയുടെ ആഹ്വാനം ശ്രവിച്ച് സിനഡിന്റെ തീരുമാനമനുസരിച്ച് സഭയെ ഐക്യത്തിൽ വളർത്താനാണ്, സഭയെ ഉതപ്പാനാണ്. ഐക്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. മാർ തോമസ് തറയിൽ അവസാനിപ്പിക്കുന്നു. ഏകീകരണ കുർബാന നടപ്പിലാക്കുന്നതോടെ ആരും ജയിക്കുന്നുമില്ല, തോൽക്കുന്നുമില്ല. ആരാധനാ ക്രമാനുഷ്ഠാനത്തിൽ നിലവിലുണ്ടായിരുന്ന 2 വ്യത്യസ്ത ധാരകളെ സംയോജിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന ഉത്തമ ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. അതിന് ഞാനെന്ന ഭാവവും സ്വാർത്ഥതയും വെടിഞ്ഞ് എളിമയുടെ തലത്തിലേക്ക് നാം ഇറങ്ങി വരേണ്ടിയിരിക്കുന്നു. വളരെ എളുപ്പം പ്രാപിക്കാവുന്ന ഒരവസ്ഥയല്ലാതെ മനപരിവർത്തനത്തിനായി നമുക്കൊരുമിച്ച് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. ജനാഭിമുഖമോ അൾത്താരാഭിമുഖമോ എന്തുമായിരുന്നു കൊള്ളട്ടെ, ഉള്ളിൽ വിദ്വേഷവും ശത്രുതയും പുലർത്തിയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നതെങ്കിൽ ആ ബലി ഒരിക്കലും ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കുകയില്ല. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വച്ചോർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക എന്നാണല്ലോ തിരുവചനം നമ്മോട് പറയുന്നത്. അനുരഞ്ജനപ്പെടുക, അതാണ് ഐക്യത്തിലേക്കുള്ള ഏകമാർഗം. അതെ, ഐക്യമുണ്ടാവുകയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും അതുതന്നെയാണ്. സീറോ മലബാർ സഭയുടെ ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഐക്യത്തിന്റെ ആത്മാവ് സഭയുടെ മേൽ പറന്നിറങ്ങാൻ, സഭാംഗങ്ങളിൽ ദൈവിക ജ്ഞാനവും ശാന്തിയും സമാധാനവും പരസ്പര സ്നേഹവും നിറയാൻ നമ്മൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ ആഴവും അർത്ഥവും അറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന്, അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാവണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരാധനക്രമ രീതികളിലെ ചില നിലപാടുകളുടെ പേരിൽ വിഘടിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അനുസരിക്കാനുള്ള സന്മനസ്സും വിധേയപ്പെടാനുള്ള സന്നദ്ധതയും നൽകണമേ. ദശാബ്ദങ്ങളായി ശീലിച്ചു പോരുന്ന ആരാധന കർമ്മത്തിന്റെ ശൈലി മാറുമ്പോഴുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളെ ക്ഷമയോടെ സഹിക്കാനുള്ള ശക്തി അവർക്ക് നൽകണമേ. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന തിരുവചനം സ്വജീവിതത്തിൽ നടപ്പിലാക്കാനും അതുവഴി അനുഗ്രഹം പ്രാപിക്കാനും അവർക്ക് അവസരം കൊടുക്കണമേ. സീറോ മലബാർ സഭയെ ദുർബലമാക്കുന്ന എല്ലാവിധ അനൈക്യത്തിന്റെ ആരോപികളെയും അന്തഛിദ്രങ്ങളെയും ഈശോയെ, അങ്ങേ കുരിശിൻ ചുവട്ടിലേക്ക് ഞങ്ങൾ പറഞ്ഞയക്കുന്നു. എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താനും ജ്ഞാനത്താൽ വേർതിരിക്കാനും കഴിവുള്ള പരിശുദ്ധാത്മാവേ, പുതിയൊരു പെന്തക്കുസ്ത അനുഭവം സീറോ മലബാർ സഭയ്ക്ക് നൽകണമേ. സ്ലീഹന്മാരെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ചേർക്കുകയും അവരെ പരിശുദ്ധാത്മ അഭിഷേകത്തിന് ഒരുക്കുകയും ചെയ്ത പരിശുദ്ധയമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ അധികാരികളെയും വൈദിക അൽമായ നേതൃത്വങ്ങളെയും സമർപ്പിക്കുന്നു. അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. ഉണ്ണീശോയെ ഒരിക്കൽ മരണത്തിൽ നിന്ന് രക്ഷിച്ച വിശുദ്ധ യൗസേ പിതാവേ, ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് സീറോ മലബാർ സഭയെ രക്ഷിക്കണമേ. സഭയുടെ ശത്രുക്കൾക്കെതിരെ നിരന്തരം പോരാടുന്ന മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സീറോ മലബാർ സഭയുടെ ശത്രുക്കളെ തുരത്തിയോടിക്കണമേ. കേരള മണ്ണിൽ വിരിഞ്ഞ് ഇപ്പോൾ സ്വർഗീയ ആരാമത്തിലെ വിശുദ്ധ പുഷ്പങ്ങളായി വിരാജിക്കുന്ന അൽഫോൻസാമേ, ചാവറയച്ച, മറിയം ത്രേസ്യായി, എവോപ്രാസ്യാമേ, നമ്മുടെ സഭയുടെ ഐക്യത്തിനും സമാധാനത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.
ഒരു സ്വരമായി അണയാമേ